നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ദൈവാനുഗ്രഹം നിറഞ്ഞ ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാടിന്റെ പച്ചപ്പിലൂടെ നേരിന്റെ സന്ദേശവുമായി വരുന്ന കൂട്ടുകാരെ കാണാൻ പോകാം. കാട്ടിലെ കൂട്ടുകാർ. ഈ വർഷത്തെ കാലവർഷം വൈകുമെന്ന കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട്. പിന്നെ ഈ വർഷം മഴ വളരെ കൂടുതലാണ്. ഇപ്പൊ ഒന്നിനൊരു സ്ഥിരതയില്ലാണ്ടായി. മഴ പെയ്യേണ്ട കാലത്ത് വെയിലും, വെയിൽ വേണ്ട കാലത്ത് മഴയും. എന്താ ഈ കാടിന് പറ്റിയതെന്ന് ആർക്കറിയാം? ഈ കാടിന് ഒന്നും പറ്റിയിട്ടില്ല പീലി. പിന്നെ പറ്റിയിട്ടുള്ളത് മുഴുവൻ ഈ കാട് നശിപ്പിക്കുന്നവർക്കാ. അവർ പറ്റിയ പണമാണ് ഇതിനെല്ലാം കാരണം. എന്താ കാര്യം പറയൂ. കാര്യം പറ. നമ്മുടെ കോവർ ചേട്ടന് ഈ വർഷത്തെ മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. പത്രത്തിലുണ്ടെന്ന് കോവറിന് പറഞ്ഞപ്പോഴാ ഞാനത് അറിഞ്ഞത്. ഗ്രാമീണ മേഖലയിലെ മികച്ച പൊതുപ്രവർത്തകരുള്ള സംസ്ഥാന സർക്കാർ അവാർഡിന് കുറിഞ്ഞിമലയിലെ പൊതുപ്രവർത്തകരായ കോവർ താഴേക്കുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 15,000 രൂപയും ഫലകവുമാണ് കോവർ താഴേക്കുന്നിന് ലഭിക്കുക. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിലെത്തിക്കുന്നതിൽ കോവർ താഴേക്കുന്ന് ഏറെ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് ജൂറി ചെയർമാൻ വമ്പൻ പെട്ടുപറമ്പിൽ പറഞ്ഞു. വളരെ നന്നായി. ഇത്രക്കാലം നാടിനെയും നാട്ടുകാരെയും സേവിച്ചതിന് ദൈവം കൊടുത്ത പ്രതിഫലമാണ് ഈ അവാർഡ്. അതെ, എന്നാലേ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. എനിക്ക് ഇനി ഒരു ആഘോഷ കമ്മിറ്റി ഉണ്ടാക്കണം, അടിക്കണം. ഒരുപാട് പണികളുള്ളതാ. നമ്മുടെ സുഹൃത്തിന് ഒരു അവാർഡ് കിട്ടിയാൽ നമ്മളല്ലാതെ പിന്നെ ആരാണ് അത് ആഘോഷിക്കേണ്ടത്? നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. കോവറിന് ഉജ്ജ്വല സ്വീകരണം കൊടുക്കണം. അതിനാവശ്യമായത് എന്താണെന്ന് വെച്ചാൽ എന്നാലാവുന്ന സഹായം ഞാനും തരാം. പണമില്ലാന്ന് കരുതി ആഘോഷങ്ങൾ ചുരുക്കരുത്. പിന്നെ ആഘോഷങ്ങളെ കോവറേട്ടിന് മാത്രം ലഭിച്ച അവാർഡല്ല, നമ്മുടെ നാടിന് പ്രത്യേകിച്ച് കുറിഞ്ഞിമലക്കാർക്ക് കിട്ടിയ അവാർഡാണിത്. നമ്മുടെ കാട്ടിലെ പൊതുപ്രവർത്തകൻ നമ്മുടേത് കൂടിയാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നാ പീലി ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്റെ ഫോട്ടോ നാളെ തന്നെ കിട്ടണം കേട്ടോ. ശരി, എല്ലാം തരാം. ശരി. ഫോട്ടോ ഗംഭീർ. ഈ കട കൂടി വിറ്റിട്ട് ആഘോഷിക്ക്. വനശ്രീരത്നമാണല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അല്ല പിന്നെ ഗ്രാമീണ മേഖലയിലെ മികച്ച പൊതുപ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡിന് കുറിഞ്ഞിമലയിലെ പൊതുപ്രവർത്തകനായ കോവർ താഴേക്കുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 15,000 രൂപയും ഫലകവുമാണ് കോവർ താഴേക്കുന്നിന് ലഭിക്കുക. ഗ്രാമീണ മേഖലയിലെ എങ്ങോട്ടാ പോകുന്നത്? നീ പത്രം വായനയൊക്കെ എന്ന് തുടങ്ങി? പിന്നെ ഈ വായനാവാരം തീർന്നത് മുതൽ പത്രം വായനയാണ് സ്ഥിരം. അത് നന്നായി. വേറൊരു പണിയുമില്ലാത്ത നിനക്കൊരു ജോലിയായില്ലേ? നീ രാവിലെ തന്നെ ഈ വഴിക്ക് പോകുന്ന ഒരു തോട്ടിടാതിരിക്കാണ്.
ഞാൻ ആരാണെന്ന് അറിയൂ? ആരാ? ഗംഭീരം ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ഈ ഞാൻ തന്നെയാണ്. ഈ തപ്പിത്തടഞ്ഞ് പറഞ്ഞ് വിഷമിക്കണ്ട. ഗംഭീരം കുറി കമ്പനി അല്ല ഗംഭീര പലിശ കമ്പനി എന്ന് പറയുന്നത് അതിന് ശരി. സ്ഥാപനത്തിന്റെ പേര് പോലും ശരിക്കും ഉച്ചരിക്കാൻ അറിയാത്ത നീ എന്തിനാണ് വലിയ ഡെക്കറേഷൻ ഒക്കെ ചേർത്ത് ഫൈനാൻസിയേഴ്സ് എന്ന് പറയുന്നത്? സംഗതി കുറച്ചൊക്കെ ശരിയാണ്. കാരണമാരായിട്ട് പലിശക്ക് പണം കൊടുക്കുന്നതായിരുന്നു ഞങ്ങളുടെ പണി. ഞാനും ആ പണി തുടരുന്നു. ആ പേരും ബോർഡും ഒക്കെ കേസും പുകിലും ഒന്നും വരാതിരിക്കാനുള്ള ഒരു ഐഡിയ മാത്രമാണ്. അല്ല ഗംഭീർ, നീ ഇന്ന് പത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഗുണമുള്ള എന്തെങ്കിലും കാണണമല്ലോ. അതാണ് എനിക്കറിയാം. ഇല്ല കപിലെ, ഇത് വെറുതെ വാങ്ങിയതാണെന്ന്. അറബിക്കടൽ വറ്റിപ്പോയി എന്ന് നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കും. പക്ഷേ ഒരു ഗുണവുമില്ലാതെ ഗംഭീർ ഒരു പത്രം വാങ്ങി എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് കേട്ടാ. അതിപ്പോഴേ നീ വാർത്ത നോക്കിയേ. ഈ വാർത്ത കണ്ട വായിച്ചു. എന്താണ് അവിടെ വാർത്ത? നമ്മുടെ കോവറിന് നല്ല പൊതുപ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ചിരിക്കണമെന്ന്. ആ വാർത്ത സത്യമാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പത്രം വാങ്ങിയത്. പൊതുപ്രവർത്തനമുള്ള അവാർഡ് കോവറിന്, പലിശക്കാരും കടുവ. ഒന്നും ചേരുന്നില്ലല്ലോ. നീ കൊള്ളപ്പലിശക്ക് പണം വായ്പ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തവരല്ലേ ഈ കോവർ. എന്റെ കപിലെ, നിന്നോട് ഞാൻ ഒന്നും വിളിക്കണില്ല. കോവറേട്ടൻ എന്നും എന്റെ ശത്രു തന്നെയാ. അങ്ങേർക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പപ്പീസൊക്കെ കോവറിന് അവാർഡ് കിട്ടിയതിന്റെ പേരിലേ വമ്പൻ സ്വീകരണമൊക്കെ കൊടുക്കാൻ പോവാ. ഞാൻ എങ്ങനെയാ സഹിക്ക? അങ്ങനെ വഴിക്കുക. കോവറിന് അവാർഡ് കിട്ടിയതാണ് ഗംഭീറിന്റെ പ്രശ്നം. അത് പൊളിച്ചെടുക്കണം. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. കിടക്കുന്നു എടുക്കാൻ പോണ്. അല്ല പപ്പീസേ, ദേവടിക്കാ ഇത്ര ധൃതിയില്? അവാർഡ് കിട്ടിയില്ലേ? അതിന്റെ നമ്മുടെ ഒരു സ്വീകരണം നമ്മൾ കുറിഞ്ഞി വിലക്കാർ എല്ലാവരും ചേർന്ന് ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് അത്. സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മന്ത്രിയാണെന്ന്. എന്ന പപ്പീസ സ്വീകരണം. അതാണ് പ്രശ്നം. മന്ത്രിയുടെ ഒഴിവും കോവറേറ്റിന്റെയും സ്കൂളിന്റെയും സമയവും ഒത്തു വന്നത് അടുത്ത മാസം 15-ാം തീയതിയാ. അന്ന് ഉച്ചരിഞ്ഞാണ് പരിപാടി. അയ്യോ, ഒത്തിരി നീണ്ടുപോയല്ലോ പപ്പീസേ. അതാണൊരു പ്രശ്നം. 30 ദിവസത്തോളം ഉണ്ട്. അതുവരെ ആളുകളുടെ ഓർമ്മയിൽ നിന്ന് മറയാതെ ഈ കാര്യം നിലനിൽക്കണമെങ്കിലേ ഫ്ലക്സ് ബോർഡുകൾ ഒത്തിരി വെക്കേണ്ടി വരും. നന്നായിട്ട് കാശിറങ്ങും. അല്ല, ഈ ഫണ്ടൊക്കെ എങ്ങനെയാ? അത്യാവശ്യം കാശിനൊക്കെ ആവശ്യം വന്നാ എന്നോട് ചോദിക്കാൻ മടിക്കണ്ടാട്ടാ. പലിശക്കല്ലേ, അല്ലാണ്ട് പിന്നെ എങ്ങനെയാ? വേണ്ടാട്ടാ. പീലിയും ലംബോയും ഒക്കെ കൈ കഴിഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. അടുത്ത 15-ന് നിങ്ങളൊന്ന് വന്ന് നിന്ന് തന്നാ മതി. അല്ല, സ്വീകരണം ഒന്ന് പോരാണ്ട് വരും കേട്ടോ. 2 വേണ്ടി വരും. സ്റ്റേജ് കിട്ടുമ്പോഴേ നല്ല ഉറപ്പിൽ തന്നെ കെട്ടിക്കോ. അങ്ങനെ ആവട്ടെ. പോക്ക് കണ്ടില്ലേ? പിന്നെ കപിലെന്തീ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഈ 2ാമത്തെ സ്വീകരണം അതാർക്കാ? ഗംഭീരം ഫൈനാൻസിയേഴ്സ് പ്രൊപ്രൈറ്റർ ശ്രീ ഗംഭീർ പണപ്പറമ്പിനെ. കപിലെ, പലിശക്ക് കൊടുത്ത പണം തിരിച്ചു പോകാൻ എനിക്ക് എളുപ്പമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. അവാർഡാണ്. അതും എന്റെ ശത്രുവായ കോവറിന് അവാർഡ് കിട്ടിയ നിലയ്ക്ക് ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. കണ്ട ഇത് കണ്ട, ഇതാണ് വഴി. നോക്ക്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് പിന്നെ ഇല്ലല്ലോ. ഇതാണ് കോവറിന് ലഭിച്ച അവാർഡ്. ഇതെന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാ ഇനി ഇതിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ ഇതിന്റെ വില കളയാൻ നമുക്ക് പറ്റും കേട്ടോ. അതെങ്ങനെയാണ് ഇപ്പൊ? അതാ നോക്കിക്കോ. ഇങ്ങനെ ഇങ്ങനെ തന്നെ. ഇത് കോവറിന് കിട്ടിയ അവാർഡ് 15,000 രൂപയും പ്രശസ്തി പത്രവും. ഇത് ഗംഭീറിന് കിട്ടാൻ പോകുന്നത് 50,000 രൂപയും സ്വർണ്ണ കപ്പും. പിന്നെ അടുത്ത മാസം 14-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച്
സിനിമാ നടന്മാരുടെയും പൗരപ്രമുഖരുടെയും നേതൃത്വത്തിൽ സ്വീകരണം. അമ്മേ ഇതൊക്കെ നടക്കും എന്റെ കപിലേ. പിന്നെ പണമെടുത്തെറിഞ്ഞാൽ എല്ലാം നടക്കും. അത് പിന്നെ പണം എത്ര മുടക്കേണ്ടി വരുമെന്ന് പറയും. അതായത് ഫ്ലെക്സ്, വാർത്ത, അവാർഡ്, കപ്പ്, സ്വീകരണം ഒക്കെ കൂടി ഏകദേശം ഒരു 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാ? ഓ മാങ്ങ തൊലി. എന്നാലും ഈ 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ 2 ലക്ഷം ഒക്കെ വലിയ കൂടുതലാണ് കേട്ടോ. എന്നാലേ നീ ആ ഗോവരനെ പോലെ പോയി പണിയെടുക്ക. എന്നിട്ട് ആ പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കുക, രോഗികളെയും കുട്ടികളെയും സംരക്ഷിക്കുക. എന്നിട്ട് അവർക്കൊക്കെ സർക്കാരിൽ നിന്ന് സഹായം വാങ്ങിക്കൊടുക്കുക. വില്ലേജ് ഓഫീസിലൊക്കെ പോയി പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുക. അങ്ങനെ ഒരു ജീവിതകാലത്തോളം ചെയ്ത ചിലപ്പോ ഇത്തരം അവാർഡുകൾ കോവറിന് കിട്ടിയതോടെ കിട്ടിയേക്കാം. അല്ലെങ്കിലേ മിണി ചില്ലറ കൊടുത്തിട്ട് തന്നെ അവാർഡ് വാങ്ങേണ്ടി വരും. എന്നാ പിന്നെ ഞാൻ പണം മുടക്കാൻ തയ്യാറാണ്. അങ്ങനെ വഴിക്ക് വാ ഗംഭീരേ. പേടിക്കണ്ടെന്നേ. അതാണ് കാര്യം. ഇതേ കൊരകച്ച പറഞ്ഞതെല്ലാം മനസ്സിലായി. ഇത്തരം സഹായങ്ങളെല്ലാം പണ്ടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഗംഭീറിന് പറയത്തക്ക ഡിഗ്രികളൊന്നുമില്ല, നല്ല തൊഴിലില്ല, കുടുംബ മഹാത്മ്യമില്ല, എന്തിനേറെ പള്ളിക്കൂടം പോലും പൂർത്തിയാക്കിയിട്ടില്ല. അതിനല്ലേ ഞാൻ പണം എടുക്കാന്ന് പറഞ്ഞത്. ഞാനേ ഒരു 50,000 രൂപ അങ്ങോട്ട് തരും. എന്താ 50,000 രൂപയോ? ഒരു കാര്യം പറഞ്ഞേക്കാം, 50,000 രൂപയും കൊണ്ട് അവാർഡ് വാങ്ങാൻ വന്നിരിക്കുകയാണോ നിങ്ങള്? ഈ കാലത്തെ 50,000 രൂപ മുടക്കിയ 50 കിലോ തക്കാളി പോലും വാങ്ങാൻ കിട്ടില്ല. നിങ്ങൾ പൊക്കോ, വേറെ എവിടെന്നെങ്കിലും വാങ്ങാൻ നോക്ക്. അല്ല, ഇതിപ്പോ കാര്യങ്ങൾ 2 കൂട്ടർക്കും അറിയാം. ഗംഭീറിന് അവാർഡ് വേണം, അത് തരാൻ പറ്റിയവർ നിങ്ങൾ തന്നെയാണ്. ദേ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു 75,000 രൂപ, 50,000 രൂപയുടെ അവാർഡും 25,000 രൂപയുടെ സ്വർണം പൂശിയ കപ്പും. 50,000 രൂപയുടെ ചെക്കും 25,000 രൂപയുടെ സ്വർണ്ണക്കപ്പും ഉറപ്പിച്ചു. ആ ബോട്ടു ആ അവാർഡ് പ്രഖ്യാപനം ഒന്ന് വായിച്ചു. 2016 ധനചക്ര അവാർഡ് പ്രഖ്യാപിച്ചു. പ്രശസ്ത കവി ഏഴിലം കാടിന്റെ സ്മരണാർത്ഥം നൽകി വരുന്ന ധനചക്ര അവാർഡിന് ഈ വർഷം അർഹനായത് ശ്രീ ഗംഭീറാണ്. അല്ല, ഒരു മിനിറ്റ്, എന്താണ് ഈ ധനചക്ര അവാർഡ്? മിസ്റ്റർ ഗംഭീർ, താങ്കൾ ഈ കാലയളവിൽ ചെയ്തിട്ടുള്ള ഏക ബിസിനസ് പണം പലിശയ്ക്ക് കൊടുക്കുക മാത്രമാണ്. ആയതുകൊണ്ട് താങ്കൾക്ക് നൽകാൻ സാധിക്കുന്ന ഏക അവാർഡാണ് ഈ ധനചക്ര. അല്ല, മനസ്സിലായില്ല, ഒന്ന് തെളിയിച്ച് പറയാവോ? കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കണ്ടുപിടുത്തമാണ് ചക്രം. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ചതും ഇന്നും ഉപയോഗപ്രദമായതുമായ കണ്ടുപിടുത്തമാണിത്. എന്താണ് ചക്രധർമ്മം? ചക്രം എന്നും ചലിക്കുന്ന വസ്തുവാണ്. ശ്രീ ഗംഭീർ പണം പലിശയ്ക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പണം പലരിലൂടെയും കറങ്ങി ഒടുവിൽ പലിശ ഉൾപ്പെടെ ഗംഭീറിൽ തന്നെ വന്നെത്തുന്നു. അവിടെ ഒരു ചക്രം പൂർത്തിയാകുന്നുണ്ട്. അതായത് സമ്പത്തിന്റെ കലവറ തുറന്ന് പുറത്തു കടക്കുന്ന പണം അനസ്യൂതം യാത്ര തുടരുകയും ഒടുവിൽ യാത്ര ആരംഭിച്ചിടത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ധനസംശ്രമണ ചക്രം. അതാണ്. മനസ്സിലായോ? ഒരു പലിശക്കാരനെ ഇതിലും അപ്പുറം ബൂസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല. സമ്മതിച്ചു. ഇനി ബാക്കിയുള്ളതൊന്ന് വായിച്ചു കേൾക്കട്ടെ. ശ്രീ ഗംഭീറാണ് ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയവും അത്താണിയും. തന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവർക്ക് വിതരണം ചെയ്ത് കുറിഞ്ഞുമലയിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രീ ഗംഭീറിന്റെ പ്രവർത്തനം മാതൃകയായിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കാട് ഭരിക്കുന്ന ഒരു ധനമന്ത്രിയോട് കിടപിടിക്കുന്നതാണെന്ന് അവാർഡ് നിർണയ കമ്മിറ്റി കണ്ടെത്തുകയുണ്ടായി. ഈ വാർത്ത പത്രത്തിൽ വന്നാൽ ഗംഭീറിന്റെ സകല ചീത്തപ്പേരും ഇതോടൊപ്പം മാറിക്കിട്ടും. തീർന്നില്ല. കമ്മിറ്റി കണ്ടെത്തുകയുണ്ടായി. അത് ഗ്രാമത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളെ
നേരിൽ സന്ദർശിക്കുകയും പലിശ മടിക്കത്തിന് പിടിച്ചു വാങ്ങുന്നതിനല്ലേ നിന്റെ സാധാരണക്കാരനടുത്തുള്ള സന്ദർശനം. എന്താ അത്? ഹ, ഇവിടെ കേക്ക്. അവർക്ക് ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ഏറ്റവും എളിമയോടെ ശ്രീ ഗംഭീർ നിറവേറ്റി. ആയതിനാൽ ഗ്രാമീണ മേഖലയിലെ ഒരു ധനതത്വ ശാസ്ത്രജ്ഞനായി പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് ശ്രീ ഗംഭീർ എന്ന് അവാർഡ് കമ്മിറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഈ മാസം 3-ന് കുറിഞ്ഞുമലയിലെ സാംസ്കാരിക നിലയത്തിൽ വെച്ച് പ്രമുഖ സിനിമാ താരങ്ങളുടെ സാന്നിധ്യത്തിൽ അവാർഡ് നൽകുന്നതായിരിക്കും എന്ന് അവാർഡ് നിർണയ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ താമരായ കോരുക്കുറുക്കൻ. ഇതിപ്പോ നാളത്തെ എല്ലാ പത്രത്തിലും വരൂ. പിന്നെ തീർച്ചയായിട്ടും കോരുക്കുറുക്കൻ ഒരു കാര്യമേറ്റ അതേറ്റതാണ്. ഗംഭീരേ, ഇത് നിന്റെ രാജയോഗമാ. അവാർഡ് സ്വീകരണം. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം കോവർക്കടുത്ത് സ്വീകരണം വേണ്ട എന്ന് പറഞ്ഞതാണ് നീ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ പടമരക്കി കളി തുടങ്ങിയപ്പോൾ കോവറേട്ടൻ ഫ്ലാറ്റ് ആയില്ലേ? കോവറേട്ടനായി കെട്ടിയ സ്റ്റേജിൽ നിന്ന് അവാർഡിന്റെ സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും ഗംഭീരനുണ്ടായി. എല്ലാം എന്റെ ഐഡിയയാണ്. ആ ഓർമ്മ ഉണ്ടാകണം കേട്ടാ. പൊന്നു കപിലെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവരെനിക്ക് തന്ന ഈ ചെക്ക് ഉണ്ടല്ലോ, ഈ 50,000 രൂപയുടെ, അത് ഞാൻ ഇതാ നിനക്ക് തരുന്നു. കാപ്പിലെടുത്തോ. എന്താ നീ കാണിച്ച കപിലെ? രൂപ 1 2 50,000 രൂപയാണ്. 50,000 നിനക്ക് വേണ്ടി ആ കുറുക്കന്റെ കാല് പിടിച്ചാണ് ഞാൻ ഈ അവാർഡ് ഒപ്പിച്ചെടുത്തത്. അതിന് അവരുടെ കൂലിയാണ് ഈ 50,000 രൂപ. ഈ ചെക്കൊക്കെ തട്ടിപ്പാ മാഷേ. ഈ പേരിൽ ഒരു അക്കൗണ്ടോ ആ അക്കൗണ്ടിൽ പണമോ ഇല്ല. അപ്പോ ഈ 50,000 രൂപ അവരെടുത്തോ? അല്ലാതെ പിന്നെ 4 പത്രത്തിലും നിന്റെ വാർത്തയും പടവും ഒക്കെ വരുന്നത് ഈ 50,000-ന്റെ ബലത്തില്. വാ നമുക്ക് പോവാൻ നോക്കാം. അല്ല, ഇതാരാ വരുന്നത് നോക്കിയേ. ധനചക്ര അവാർഡല്ലേ? കൺഗ്രാജുലേഷൻസ് ഗംഭീർ. ഗംഭീറിനെ കുറിച്ച് ആശംസാ പ്രസംഗം പറയുന്നത് കേട്ടു. ഗ്രാമീണ മേഖലയിലെ ധനതത്വ ശാസ്ത്രജ്ഞനാണ് ഗംഭീർ എന്ന്. ഒരു സംശയം ചോദിച്ചോട്ടെ? അതെ, ഇന്ന് പത്രത്തിൽ കണ്ടു ഈ വർഷം പണപ്പെരുപ്പം കൂടുതലാകൂന്ന്. പക്ഷേ എന്റെ സ്റ്റുഡിയോയിലാണെങ്കിൽ ബിസിനസ് വളരെ കുറവാ. എന്റെ സംശയം എന്താന്ന് വെച്ചാ, ഈ പണപ്പെരുപ്പം കൂടുന്നതാണോ അതോ കുറയുന്നതാണോ നമുക്ക് നല്ലത്? എന്താ പിരി കൊച്ചു കുട്ടികളെ പോലെ സംശയിട്ട് വരുന്നത്? പുതിയ സംശയമായിട്ട് ഗംഭീരും സുഹൃത്തൊന്നും ഒന്ന് വന്നേ എന്ന് ചോദിച്ചോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? നാട്ടിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഗംഭീർ എങ്ങനെ ധനചക്ര അവാർഡ് സംഘടിപ്പിച്ചു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഗംഭീറെ, പണം കൊടുത്താൽ അവാർഡുകൾ സംഘടിപ്പിക്കാൻ പറ്റും. പക്ഷേ അറിവും ബുദ്ധിയും വിദ്യാഭ്യാസവും പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല. അത് ആർജിച്ചെടുക്കേണ്ടതാണ്. പണപ്പെരുപ്പവും പണശോഷണവും നാടിന് ആപത്താണ്. ഇതിനിടയിലുള്ള അവസ്ഥയാണ് നാടിന് മെച്ചമുള്ളത്. ഇനിയെങ്കിലും ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുത്. മനസ്സിലായോ? സാറ്, തെറ്റുപറ്റിപ്പോയി. നാട്ടിലെ പലിശക്കാരനായ ഞാൻ കോവറേട്ടനോടുള്ള അസൂയ മൂത്താണ് 2 ലക്ഷത്തോളം തുക മുടക്കി ഈ അവാർഡ് സംഘടിപ്പിച്ചത്. അതല്ല, ദേ ഈ കബിലിന്റെ ഒരൊറ്റ കളിയാണ്. പക്ഷെ എനിക്ക് അവാർഡ് കിട്ടി, അതിന്റെ സ്വീകരണം എന്ന് വെച്ചപ്പോ തനിക്ക് സ്വീകരണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കോവറേട്ടൻ ആദ്യം എന്നെ തോൽപ്പിച്ച്. ഇപ്പൊ പീലിയും. അത് സാറേ, ആ സമയത്ത് കോവറേട്ടനെ തോൽപ്പിക്കാനാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. സോറി സാറേ. നിങ്ങൾ മുടക്കിയ 2 ലക്ഷം രൂപ പാവങ്ങളെ സഹായിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമായിരുന്നു. സാറേ,
പോയ 2 ലക്ഷം പോയി. അതെന്റെ സമ്പാദ്യത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ ആകുന്നുള്ളൂ. ദേ ഇന്ന് തൊട്ട് എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്. എന്റെ ഗംഭീരം പലിശ കമ്പനി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചു. വെരി ഗുഡ്. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇനി സത്യസന്ധനും വിശ്വസ്തനുമായി ജീവിക്കും. കാടിന്റെ ലോകത്തിൽ നിന്നും ഇനി യാത്രയാകാം നമ്മുടെ വികൃതി പാവയെ കാണാൻ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഓക്കെ ടിങ്കു, എന്തൊക്കെയാണ് ഇന്ന് വിശേഷങ്ങളുള്ളത് സ്കൂളിൽ? ആ എന്റെ കൂട്ടുകാർക്കെല്ലാം ആ. നല്ല പേനയുണ്ട്. ഓ, നല്ല പേനയുണ്ട്. നിനക്കുണ്ടല്ലോ നല്ല പേന. എനിക്കുണ്ട്. ആ, പിന്നെന്താ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ കാരണം? എന്റെ കൂട്ടുകാരനില്ലേ ആ, നിന്റെ കൂട്ടുകാരൻ്റെ പേരെന്തായിരുന്നു? കിട്ടും. ആ, കിട്ടുവിന് നല്ല പേനയുണ്ട്. ഓ, അത് ശരി. നിനക്കും നല്ല പേനയില്ലേ? അല്ല, ആ, എന്താ നീ അങ്ങനെ പറയുന്നത്? കിട്ടുവിന്റെ കാലത്ത് തന്നെ ആ, പേന എനിക്ക് വേണം. കിട്ടുവിൻ്റെ പേന പോലെ തന്നെ നിനക്ക് വേണം. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ ശരിയാവുക? അല്ല, എനിക്ക് അങ്ങനെ തന്നെ വേണം. ഓ, അത് പാടില്ല. അങ്ങനെ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി വാശി പിടിക്കാനായിട്ട് പാടില്ല. ചില കൂട്ടുകാരുണ്ട്, മറ്റുള്ളവർ എന്തെങ്കിലും വാങ്ങിയാൽ അത് തന്നെ വേണം, അത് ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ ടിങ്കു? അല്ല അല്ല, എന്നാലും എനിക്ക് വേണം. ആഹാ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്. ബൈബിളിലെ ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. ആ രാജാവിൻ്റെ പേര് ആഹാബ് എന്നാണ്. എന്താ പേര്? ആഹാബ്. ഈ ആഹാബ് വളരെ ദുഷ്ടനായ ഒരു രാജാവായിരുന്നു കേട്ടോ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? രാജാവ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇസ്രയേലിലെ രാജാവാണ് ആഹാബ്. പക്ഷേ ഉണ്ടല്ലോ, സീദോന്യ ദേശത്തെ രാജകുമാരിയെ പോയി വിവാഹം കഴിച്ചു. മാത്രവുമല്ല, ദൈവം പറഞ്ഞ കാര്യങ്ങൾ എന്തു ചെയ്തെന്നറിയാമോ? അതിനെ അനുസരിക്കാതെ തന്നിഷ്ടം പ്രകാരം ജീവിച്ചു. അയ്യോ അങ്കിൾ, അത് നല്ലതല്ല. അത് നല്ലതല്ല അല്ലേ? ഈ രാജാവിൻ്റെ മനസ്സിലൊരാഗ്രഹം, ഒരു ദുരാഗ്രഹമാണ് കേട്ടോ. എന്താ അങ്കിൾ? തൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആരുടെ അങ്കിൾ അത്? അത് നാബോത്ത് എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു. ഈ മുന്തിരിത്തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ആഹാബ് രാജാവിൻ്റെ മനസ്സിലൊരാഗ്രഹം. എന്താ അങ്കിൾ ആഗ്രഹം? അത് കൈവശപ്പെടുത്തി ആ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് ചീരത്തോട്ടമാക്കണം. അയ്യോ അങ്കിൾ, അത് നല്ലതല്ല. നല്ലതല്ല അല്ലേ? രാജാവാണ്. രാജാവ് ചെന്ന് നാബോത്തിനോട് ചോദിച്ചു, നാബോത്തെ, നിൻ്റെ തോട്ടം എനിക്ക് തരാമോ? നിനക്ക് നല്ല തോട്ടം ഞാൻ വേറെ തരാം. വേണമെങ്കിൽ കുറേ പണവും നൽകാം, അല്ലെങ്കിൽ വേറെ സ്ഥലം നിനക്ക് തരാം. പക്ഷേ നാബോത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ തോട്ടം ഉണ്ടാക്കിയതെന്നറിയാമോ? ഈ തോട്ടം ഇപ്പോൾ നശിപ്പിച്ച് എന്ത് ചെയ്യണമെന്ന് രാജാവ് ആഗ്രഹിക്കുന്നത്? ചീരത്തോട്ടാക്കണം. ചീരത്തോട്ടമാക്കണം. ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കണം. പക്ഷേ ഒരു ചീരത്തോട്ടം ഉണ്ടാക്കാൻ വളരെ എളുപ്പം പണി മതി അല്ലേ? കുറച്ച് നാൾ മാത്രം കാത്തിരുന്നാൽ മതി. നാബോത്ത് എത്രമാത്രം അധ്വാനിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയതാണ് ഈ മുന്തിരിത്തോട്ടം. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? നാബോത്ത് പറഞ്ഞു, ഞാൻ തരത്തില്ല. ഇത് തരാത്തതിൻ്റെ കാരണം 1, എൻ്റെ കഠിനാധ്വാനമാണ്. 2, ഇതെൻ്റെ പിതാക്കന്മാർ എനിക്ക് നൽകിയതാണ്. അതൊരിക്കലും വിറ്റ് കളയാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല. അപ്പം നാബോത്ത് പറഞ്ഞത് തൻ്റേതായ ജീവിതത്തിൽ ശരിയാണ്. ദൈവത്തിൻ്റെ നിയമം താൻ ജീവിതത്തിൽ പാലിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ രാജാവിന് എന്ത് തോന്നിയെന്ന് ടിങ്കു വിചാരിക്കുന്നത്? വിഷമായി കാണും. അതെ, താൻ വളരെ വിഷമത്തോടുകൂടെ തൻ്റെ കൊട്ടാരത്തിൽ പോയി തൻ്റെ കിടക്കയിൽ പോയി കിടന്നു. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? ഈ രാജ്ഞി വന്നു. നോക്കിയപ്പോൾ രാജാവ് ദുഃഖിതനായി കിടക്കുക. ഈ രാജ്ഞിയോട് പറഞ്ഞു, രാജ്ഞി ചോദിച്ചു, എന്താ രാജാവേ നീ വിഷമിച്ചിരിക്കുന്നത്? എന്നിട്ട് എന്താ അങ്കിൾ പറഞ്ഞത്? രാജാവ് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജ്ഞി പറഞ്ഞു, നീ ഒരു രാജാവാണ്, എന്തിനിങ്ങനെ വിഷമിച്ച് കിടക്കുന്നു? ആ തോട്ടം ഞാൻ കൈവശപ്പെടുത്തി തരാം. അതിനുവേണ്ടി രാജ്ഞി ഒരു സൂത്രം പ്രയോഗിച്ചു. എന്താ അങ്കിൾ അത്? എന്താണെന്നറിയാമോ? നാബോത്തിൻ്റെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം ഒരു കത്തെഴുതി. അവരെ വിളിച്ചുകൂട്ടി 2 കള്ളസാക്ഷികളെ വെച്ച് നാബോത്തിന് വിരോധമായി സംസാരിച്ചു.
അന്നത്തെ രാജ്യത്തെ നിയമപ്രകാരം തനിക്കെതിരെ ഒരു കുറ്റം വന്നാൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ ശിക്ഷ. നാബോത്തിന് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആളുകൾ കുറ്റം ആരോപിച്ച് അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അത് വളരെ സങ്കടമായി. നാബോത്ത് ചെയ്ത തെറ്റിനു വേണ്ടിയാണോ താൻ ശിക്ഷ അനുഭവിച്ചത്? താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ നാബോത്തിനെ അവിടുത്തെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷയാണ് നാബോത്ത് അനുഭവിച്ചത്. അതുപോലെ യേശു കർത്താവിനെക്കുറിച്ചും പറയുന്നത് തന്നിൽ ഒരു പാപവുമില്ലായിരുന്നു. തന്നിൽ ഒരു പാപവുമില്ലായിരുന്നു. എന്നാൽ നമ്മുടെ എല്ലാ പാപവും സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ താൻ യാഗമായി തീർന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞങ്ങളെ സ്നേഹിച്ചു. അതെ, നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചിട്ടാണ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ സ്വയം ഏറ്റെടുത്തത്. നാബോത്ത് തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ നാബോത്തിനെ അവർ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഉടനെ ഈ വിവരം രാജ്ഞി അറിഞ്ഞു. രാജാവിൻ്റെ അടുക്കൽ പോയി രാജാവിനോട് പറഞ്ഞു, നീ ധൈര്യപൂർവ്വം പോയി മുന്തിരിത്തോട്ടം എടുത്തോ, ഇനി അതിൻ്റെ അവകാശിയില്ല. അവകാശി ഓൾറെഡി എന്ത് ചെയ്തു? മരണപ്പെട്ടു. രാജാവിന് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. സ്നേഹത്തോടെ എത്രയും വേഗം ആ ഭാര്യയോട് പറഞ്ഞ് മുന്തിരിത്തോട്ടം അവകാശമാക്കുവാനായിട്ട് പോയി. പക്ഷെ പോകുന്ന വഴിക്ക് ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് വന്നു. ഏലിയാവ് ദൈവം പറഞ്ഞയച്ചതാ. ദൈവം എങ്ങനെ ഇത് അറിഞ്ഞത്? ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചതാ. പക്ഷെ ദൈവം ഈ കാര്യം അറിഞ്ഞു. അതെ, ദൈവം സർവജ്ഞാനിയാണ്. ആ കാര്യങ്ങൾ ഓരോന്നും ദൈവം അറിഞ്ഞ് പ്രവാചകൻ പോയി പറഞ്ഞു, ആഹാബേ, നീ നാബോത്തിനെ കൊന്ന അതേ സ്ഥലത്ത് തന്നെ നിന്നെയും ആളുകൾ കൊല്ലും. നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. നോക്കിയേ, എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിച്ചത്? അതെ, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഹിക്കുകയും അത് കൈവശമാക്കുവാൻ പണിപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമുക്കുള്ളതുകൊണ്ട് നാം തൃപ്തിപ്പെടണം. നമ്മുടെ മാതാപിതാക്കൾ തരുന്ന വസ്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ തരുന്ന വസ്തുക്കൾ ദൈവം തരുന്നതായി കണക്കാക്കി അതിൽ നാം തൃപ്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി പോകും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. വിലയേറി നിങ്ങളുടെ കത്തുകൾക്കുള്ള സമയം. കത്തുകൾ അയച്ച കൂട്ടുകാർക്ക് നന്ദി. തുടർന്ന് വായിക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത വാരം നറുവിഭവങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.